ഓം ഉത്തപ്തഹേമരുചിരാം രവിചന്ദ്രവന്നി നേത്രാം ധനു ശരയുധാങ്കുശപാശശൂലം രമ്യൈർഭുജൈശ്ച ദധതീം ശിവശക്തിരൂപാം കാമേശ്വരീം ഹൃദി ഭജാമി ധൃത ഇന്ദുലേഖാം. പാർവതീ പരമേശ്വരാഭ്യം നമ. അമ്മേ മഹാകാളിയൈ നമ. സജ്ജനങ്ങളെ, പുണ്യാത്മാക്കളെ, പ്രണാമം. കഴിഞ്ഞൊരു വ്ളോഗിൽ സെമിറ്റിക് വൈദേശിക പാഗണ്ഡ മ്ലേച്ഛ മതങ്ങളിലേക്കുള്ള ഹൈന്ദവ സ്ത്രീ പുരുഷന്മാരുടെ മതപരിവർത്തനം അല്ലെങ്കിൽ മതം മാറ്റത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി ഈ വീഡിയോയിൽ ഞാൻ അങ്ങനെ മതം മാറിപ്പോകുന്നവരുടെ അക്കരെ പച്ചയാണ് എന്ന് കരുതി തെറ്റിദ്ധരിച്ചിട്ട് വീട് കിട്ടാൻ വേണ്ടിയിട്ടും സ്ത്രീകളെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടും ധനത്തിന് വേണ്ടിയിട്ടും ഇനി അതൊന്നുമല്ലാതെയും വിശ്വാസത്തിൻ്റെ പുറത്തും എങ്ങനെയാണെങ്കിലും പലതരത്തിൽ മതം മാറി ഹൈന്ദവ ധർമ്മത്തിനെ ഉപേക്ഷിച്ചിട്ട് അതാണ് ശ്രേഷ്ഠമെന്ന് തെറ്റിദ്ധരിച്ചിട്ട് സെമിറ്റിക് പാഗണ്ഡ മ്ലേച്ഛ മതങ്ങളിലേക്ക് പ്രഭാഷണങ്ങളും യൂട്യൂബിലെ മറ്റ് കാര്യങ്ങളും പുസ്തകങ്ങളൊക്കെ കണ്ടിട്ടും വായിച്ചിട്ടും അറിഞ്ഞിട്ടും തെറ്റിദ്ധരിച്ചിട്ട് മതം മാറിപ്പോകുന്ന ഹൈന്ദവരായിട്ടുള്ള സ്ത്രീ പുരുഷന്മാർക്ക് അവരുടെ മരണശേഷം എന്താണ് സംഭവിക്കുക, ജീവിച്ചിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഈ വ്ളോഗിലൂടെ ഒന്ന് പറയാം. ഒന്ന് കേൾക്കൂ എല്ലാവരും. മക്കളെ പറഞ്ഞ് മനസ്സിലാക്കൂ മാതാപിതാക്കൾ. ഗൗരവം ഉള്ളൊരു വിഷയമാണിത്. ഇതൊരു തമാശയല്ല, കുറച്ച് ഗൗരവം ഉള്ള വിഷയമാണ്. ഒരു ഉപമയിലൂടെ പറയാം. ഒരു മനോഹരമായിട്ടുള്ള താമരകൾ നിറഞ്ഞിട്ടുള്ള ഒരു തടാകത്തിൽ ധാരാളം അരയന്ന പക്ഷികൾ കുളിക്കുകയാണ് എന്ന് വിചാരിക്കുക, സങ്കല്പിച്ചാൽ മതി. ഈ അരയന്ന പക്ഷികൾ കുളിക്കുന്ന കുളത്തിലേക്ക് ഒരു കാക്ക പറന്ന് ചെന്ന് കഴിഞ്ഞാൽ എത്രയൊക്കെ ആ കാക്കയെ അരയന്നങ്ങൾ സ്നേഹിച്ചാലും ഇത് ഞങ്ങളിൽപ്പെട്ട ആളല്ല, ഇത് വേറെ വർഗത്തിലുള്ള ഒരു പക്ഷിയാണ്, അതിൻ്റെ നിറം പോലും കറുത്തിട്ടാണല്ലോ എന്ന ഒരു ചിന്താഗതി ആ അരയന്നങ്ങളുടെ ഉള്ളിലുണ്ടാവും. അത് എന്നും ഉണ്ടാവും. ഇതിൽ നിന്ന് നിങ്ങൾക്കത് വായിച്ചെടുക്കാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു, സാമാന്യ ബുദ്ധി ഉള്ളവർക്ക്. ഇനി നമ്മുടെ വേദധർമ്മപ്രകാരം വേദങ്ങളുടെ അടിസ്ഥാനത്തിലും ഉപനിഷത്തുകളുടെയും മഹാപുരാണങ്ങളുടെയും അടിസ്ഥാനത്തിലും നമ്മളുടെ ഗ്രന്ഥപ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ മതം മാറിപ്പോകുന്ന ആളുകൾക്ക് അവരുടെ മരണശേഷം കിട്ടാൻ പോകുന്ന ഘോര നരകങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അവർക്ക് മോക്ഷം ഉണ്ടാവില്ല എന്നാണ്. സ്വധർമ്മത്തിനെ ഉപേക്ഷിച്ച് പോയിട്ടുള്ള അവർക്ക് മോക്ഷം കിട്ടില്ല. അവർ പുനർജനിച്ചുകൊണ്ടേ ഇരിക്കും. അതിൻ്റെ കൂടെ നരകയാതന അനുഭവിക്കും. അവർക്ക് കിട്ടാൻ പോകുന്ന നരകങ്ങളാണ് ക്ഷാരകർദമം, താമിശ്രം, അസിപത്രവനം, വൈതരണി തുടങ്ങിയിട്ടുള്ള അനേകം നരകങ്ങളിൽ അവർ കിടക്കേണ്ടി വരും കുറേ കാലങ്ങളോളം. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഭൂമിയിൽ വീണ്ടും പക്ഷി മൃഗാദികളായിട്ട് പുനർജനിക്കേണ്ടി വരും എന്നാണ് നമ്മുടെ ഗ്രന്ഥങ്ങളൊക്കെ ഉറപ്പിച്ച് പറയുന്നത്. ഭഗവാന്റെ വാക്കുകൾ തെറ്റാറില്ല. എൻ്റെ വാക്കല്ല, ഭഗവാന്റെ വാക്കാണ് എന്ന് മനസ്സിലാക്കുക. ഇനി നമ്മുടെ സ്വധർമ്മത്തിൽ, ഹൈന്ദവ ധർമ്മത്തിൽ 2 തരത്തിലാണ് ആരാധന എന്ന് ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞു. ഒരു വ്ളോഗ് ഉണ്ട്, നിങ്ങൾ കാണുക. ഒന്ന് ദക്ഷിണമാർഗം, ഒന്ന് വാമമാർഗം. ഇത് രണ്ടും ഉണ്ടായിട്ടുള്ളത് പാർവതീ പരമേശ്വരന്മാരാകുന്ന ലോകത്തിൻ്റെ അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നുമാണ്. ദക്ഷിണമാർഗം എന്ന് പറഞ്ഞാൽ സാധാരണ ഇന്ന് കാണുന്ന ക്ഷേത്രങ്ങളിലൊക്കെയുള്ള വൈഷ്ണവ ബ്രാഹ്മണ സമ്പ്രദായത്തിലുള്ള പൂജാരീതികൾ, അതായത്
പാൽപ്പായസം, ശർക്കര പായസം, അവില്, മലര് തുടങ്ങിയിട്ടുള്ള ആ രീതിയിലുള്ള പൂജാ ദ്രവ്യങ്ങൾ കൊണ്ട് ചെയ്യുന്ന പൂജകളാണ് ദക്ഷിണമാർഗം. എന്നാൽ വാമമാർഗം, വാമാചാരം, കൗളമാർഗം, മലവാരമാർഗം എന്നൊക്കെ പറഞ്ഞാൽ പ്രപഞ്ചം ഉണ്ടായ അന്ന് മുതൽ ആദികാലം മുതൽക്കേ ഉണ്ടായിരുന്ന മദ്യം, മത്സ്യം, മാംസം, മുദ്ര, മൈഥുനം, പഞ്ചമകാരങ്ങളെ കൊണ്ടുള്ള പൂജാവിധിയാണ് വാമമാർഗം. ഈ രണ്ട് മാർഗവും കൂടുതലായിട്ട് ആചരിക്കാറുള്ളത് ദേവീ ഭക്തരാണ്. നമ്മുടെ ഭാരതത്തിലുള്ള ശാക്തേയ ഉപാസകരാണ് ഇത് രണ്ടും പിന്തുടരുന്ന ആളുകൾ കൂടുതലും. ഞാൻ ദക്ഷിണമാർഗത്തിനെയാണ് പിന്തുടരാറുള്ളത്. കാരണം എനിക്ക് എൻ്റെ ഗുരുനാഥൻ തന്ന ഉപദേശം അത്തരത്തിലാണ്. എന്ന് കരുതി വാമമാർഗം മോശമാണ് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം അതും മഹാദേവനിൽ നിന്ന് ഉണ്ടായ അറിവ് തന്നെയാണ്. അതിലൂടെയും മോക്ഷം നേടാം, ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. വാമമാർഗ ആരാധന തെറ്റാണ് എന്നുണ്ടെങ്കിൽ, മദ്യം, മത്സ്യം, മാംസം, മുദ്ര, മൈഥുനം, മകാര പഞ്ചകങ്ങളെ കൊണ്ടുള്ള ആരാധന തെറ്റാണ് എന്ന് വാദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഒഴിവാക്കേണ്ടത് വിവേകാനന്ദ സ്വാമിയുടെ ദർശനങ്ങളെയാണ്. കാരണം അദ്ദേഹം ഇത്തരം ആരാധന തുടക്കകാലത്തിൽ ചെയ്തിരുന്ന ആളായിരുന്നു, കാളി മാതാവിന് വേണ്ടിയിട്ട്. പിന്നീട് അദ്ദേഹം ദക്ഷിണാചാരത്തിലേക്ക് വഴിമാറി എന്നാണ് സത്യം. യാഥാർത്ഥ്യം അതാണ്. ഞാൻ പറഞ്ഞു വന്നത് അതൊന്നുമല്ല. രണ്ട് തരത്തിലെ ആരാധന ഉണ്ട്. രണ്ട് തരത്തിലൂടെയും നമുക്ക് ഭഗവാനിലേക്ക് മോക്ഷം നേടാൻ പറ്റും. ബ്രാഹ്മണ സമുദായക്കാരായിട്ടുള്ള ആളുകളുടെ വീടുകളിലും ഇല്ലങ്ങളിലും മനകളിലൊക്കെ ആദ്യം പറഞ്ഞ ദക്ഷിണമാർഗത്തിലുള്ള പൂജാവിധികളാണ് വാർഷിക പൂജയായിട്ട് അവരുടെ ഗൃഹത്തിൽ കുലദേവതയ്ക്ക് അവർ ചെയ്യാറുള്ളത്. എന്നാൽ ബ്രാഹ്മണ ഇതര മറ്റ് ജാതികളുടെ വീടുകളിൽ കൂടുതലും മദ്യം, മത്സ്യം, മാംസം, മുദ്ര, മൈഥുനം തുടങ്ങിയിട്ടുള്ള പഞ്ചമകാര സാധന കൊണ്ടുള്ള കാളി ഉപാസനയാണ് കൂടുതൽ ഉണ്ടാവുക. കാളി, ദുർഗ എല്ലാം. അപ്പോൾ ഇത് രണ്ടും തെറ്റാണ് എന്ന് എനിക്ക് പറയാൻ അവകാശമില്ല. കാരണം രണ്ടും ആചരിക്കുന്നവർ ഭാരതത്തിൽ ധാരാളം ഉണ്ട്. എല്ലാവരെയും നമ്മൾ ബഹുമാനിക്കണം. ഈ രണ്ട് വിഭാഗങ്ങളും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പണ്ടും ഉണ്ട്, ഇന്നും ഉണ്ട്. അത് ലോകം അവസാനിക്കുന്നവരെയും ഉണ്ടാവും, ഒരു സംശയമില്ല കാര്യത്തിൽ. വാമ ദക്ഷിണമാർഗികളുടെ ഐക്യം വളരെ പെട്ടെന്ന് സാധ്യമല്ല. അത് ശങ്കരാചാര്യസ്വാമികളൊക്കെ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ട കാര്യമാണ്. പിന്നെയാണോ നമ്മളൊക്കെ? അത് വേണ്ട, ഐക്യമൊന്നും വേണ്ട. പക്ഷെ തമ്മിൽ തല്ലാതിരുന്നാൽ മതി, ഒന്നിനെ ഒരാൾ പരിഹസിക്കാതിരുന്നാൽ മതി, തമ്മിൽ. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഒരു വിഭാഗം ഹൈന്ദവരിലെ മത്സ്യമാംസാദികൾ കഴിക്കുന്ന ജാതികൾ നമ്മുടെ ഇടയിലുണ്ട്. ഒരിക്കലും അത് തെറ്റാണ് എന്ന് ബ്രാഹ്മണരോ അല്ലെങ്കിൽ ദക്ഷിണമാർഗികളോ വാദിക്കരുത്. എന്താ പറയാൻ കാരണം എന്ന് വെച്ചാൽ, നമ്മൾ അതിനെ മ്ലേച്ഛമായിട്ട് ചിത്രീകരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവരുടെ ഉള്ളിൽ അപകർഷതാ ബോധം ഉണ്ടാവും. അപ്പോൾ അവരെന്താ ചിന്തിക്കുക? അവരുടെ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ബ്രാഹ്മണ ദക്ഷിണാചാര വൈഷ്ണവ മാർഗികളുടെ ഈ കുത്തുവാക്കുകൾ കേട്ടിട്ട് ഞങ്ങൾ ചെയ്യുന്ന, ഞങ്ങളുടെ അമ്മയ്ക്ക്, ഞങ്ങളുടെ മഹാദേവന്, ഞങ്ങളുടെ കാളിക്ക് ഞങ്ങൾ ചെയ്യുന്ന ബലിപൂജകളും മത്സ്യം മാംസാദികൾ കൊണ്ടുള്ള പൂജാതി കാര്യങ്ങളും തെറ്റാണ് എന്ന് ബ്രാഹ്മണ ജാതികൾ വാദിക്കുന്നുണ്ടല്ലോ, ദക്ഷിണമാർഗികൾ. അപ്പോൾ അവരുടെ കുത്തുവാക്ക് കേട്ടിട്ട് ഈ നശിച്ച മതത്തിൽ നിൽക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും ശ്രേഷ്ഠം സെമിറ്റിക്, ക്രിസ്ത്യൻ, മുസ്ലിം മതങ്ങളിലേക്ക് മതം മാറിപ്പോകുന്നതാണ്. അവിടെയാണെങ്കിൽ ഇതൊക്കെ കഴിക്കുകയും ചെയ്യാം, അത്തരം ആരാധനകൾ, ബലിപൂജകൾ ചെയ്യുകയും ചെയ്യാമല്ലോ. അതല്ലേ ഒന്നുകൂടി ശ്രേഷ്ഠം? ഇവരുടെ കുത്തുവാക്ക് കേട്ട് നിൽക്കുന്നതിനേക്കാൾ നല്ലത് അതിലേക്ക് മതം മാറുന്നതല്ലേ എന്ന് ബ്രാഹ്മണ ഇതര ഹൈന്ദവ ജാതികൾ ചിന്തിക്കാൻ തുടങ്ങും. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് വലിയ അപകടമായിട്ട് തീരും. നമ്മളിലെ അംഗസംഖ്യ കുറയുമെന്ന് മാത്രമല്ല, ഭൂരിഭാഗം ഹിന്ദുക്കളും സെമിറ്റിക് മതങ്ങളിലേക്ക് മതം മാറിപ്പോകും. മാത്രമല്ല, അവർ മറ്റുള്ള സെമിറ്റിക് മതക്കാർ ഒരു അവസരത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. വീട് കൊടുത്തും സ്വർഗം തരാമെന്ന് ഓഫർ കൊടുത്തും വാഹനം കൊടുത്തും സ്ത്രീകളെ കല്യാണം കഴിച്ചു കൊടുത്തും ധനം കൊടുത്തൊക്കെ അതിലേക്ക് ധാരാളം ആളുകളെ ആകർഷിക്കുന്ന കാഴ്ച രഹസ്യമായിട്ടും പരസ്യമായിട്ടും എനിക്ക് ധാരാളം അറിയാം. അനുഭവങ്ങൾ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ദയവ് ചെയ്തിട്ട് വാമമാർഗികളായിട്ടുള്ള സഹോദരന്മാരെ, മത്സ്യമാംസ പൂജകൾ ചെയ്യുന്നവരെ നമ്മൾ അപഹസിക്കാനോ പരിഹസിക്കാനോ കളിയാക്കാനോ പോകരുത് എന്നാണ് എനിക്ക് ദക്ഷിണാചാരികളോട് പറയാനുള്ള ഒരു അപേക്ഷ.
നിങ്ങൾ നിങ്ങളുടെ ആചാരം അനുഷ്ഠിച്ചോളൂ, വാമമാർഗികൾ അവരുടെ രീതിയിൽ പോകട്ടെ. എല്ലാം ഒരു ചരടിൽ കോർക്കാൻ നമുക്ക് കഴിയില്ല, ഒരിക്കലും നടക്കില്ല. അതുകൊണ്ട് അവരുടെ വഴിക്ക് വിടുക. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ അവർ മതം മാറിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെ മോശം, അതിൻ്റെ പോരായ്മ ആർക്കാണ് ഉണ്ടാവുക? അതിൻ്റെ കുറവ് അവർക്കല്ല ഉണ്ടാവുക, പോയ ആളുകൾക്കല്ല, മതം മാറിപ്പോയവർക്കല്ല അതിൻ്റെ ചീത്തപ്പേരുണ്ടാവുക, മോശം ഉണ്ടാവുക. ആരാണോ ഇതിന് കാരണക്കാരായിട്ടുള്ള ദക്ഷിണമാർഗികളായിട്ടുള്ള ബ്രാഹ്മണ ഉപാസകർ, അവർക്കാണ് അതിൻ്റെ ചീത്തപ്പേരുണ്ടാവുക. കാരണം നമ്മളുടെ കുത്തുവാക്കുകൾ കേട്ടിട്ടാണല്ലോ അവർ പോയത്. അവരെ കൂടി സംരക്ഷിക്കേണ്ടത് നമ്മളുടെ കടമയാണല്ലോ. ഈ അറിവില്ലാത്തത് കൊണ്ടാണ് എൻ്റെ ആചാരം മാത്രമാണ് ശരി, മറ്റുള്ളവരുടേതൊക്കെ തെറ്റാണ് എന്ന് വാദിക്കാൻ ഒരിക്കലും പാടില്ല എന്നാണ് എന്നോട് എൻ്റെ ഗുരുനാഥന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. നീ ചെയ്യുന്നത് നീ ചെയ്യുക, മറ്റുള്ളവർ ചെയ്യുന്നതിന് നീ വിമർശിക്കാതിരിക്കുക. അതുതന്നെയാണ് യാഥാർത്ഥ്യം എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം. അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ കേൾക്കാം. ഹരേ കൃഷ്ണ.